ഇത് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ സേനാനികൾ എന്ന് പറയുന്നവരെ. ഇവരിപ്പോൾ 5, 6, 7, 8 പേരാണുള്ളത്. ഇവർ മൊത്തം 36 പേര് ഈ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ പഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലേക്കായിട്ട് അംഗങ്ങൾ വിഭജിച്ചു കൊണ്ടുപോയിട്ട് എല്ലാ മാസവും എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മാസം പ്ലാസ്റ്റിക് വേസ്റ്റാണ് കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു മാസം ചെരുപ്പ്, റബ്ബർ, ബാഗ്, പ്ലാസ്റ്റിക്, മറ്റുള്ള ഐറ്റംസ് അങ്ങനെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുപ്പിച്ചില്ലുകൾ വർഷത്തിൽ ഒരു തവണ അല്ലെ കുപ്പിച്ചില്ലുകൾ എടുക്കണേ. ഹരിത കർമ്മസേനയെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചെറിയൊരു വിശദീകരണം പറയാമോ? ഞങ്ങൾ എല്ലാ മാസത്തിലും വീടുകളിൽ കയറുന്നുണ്ട്. എല്ലാ വീടും ഞങ്ങൾ കയറണം. അവിടെ പോയി ഞങ്ങൾ പ്ലാസ്റ്റിക് ഞങ്ങൾ മേടിക്കും. അതേപോലെ ഡബ്ബർ, ചെരുപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, തുണിക്കെട്ടുകൾ, പിന്നെ കുപ്പിച്ചില്ലെടുക്കുക ഒരു മാസമുണ്ട്, അതെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് ബില്ല് കൊടുക്കും. ഓരോ കാർഡിൽ ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് അവർ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് മീനിൻ്റെ ഇറച്ചിയിലൊക്കെ കവറുണ്ടെങ്കിൽ കഴുകി ഉണക്കി ഒന്ന് വെക്കുക. അത്രേ വേണ്ടുള്ളൂ. പിന്നെ ചാക്കിലാക്കി കെട്ടി വെക്കുക. ഓരോരുത്തരും വീട്ടിൽ ചെല്ലുമ്പോൾ കെട്ടി വെച്ച ചാക്ക് എടുത്തിട്ട് തരുമ്പോൾ അതൊരു കാര്യം. അതെല്ലാ മാസവും കളക്ട് ചെയ്യും. എല്ലാ മാസം കയറുന്നുണ്ട്. ഓക്കെ. പിന്നെ മറ്റു സാധനങ്ങൾ, റബ്ബറിന്റെ ചെരുപ്പുകൾ, മറ്റു കാര്യങ്ങളൊക്കെ കാർഡിൽ ഒരേ മാസങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാസം അനുസരിച്ചിട്ടാണ് സാധനങ്ങൾ എടുക്കുക. പിന്നെ കുപ്പിച്ചില്ല് ഏറ്റവും ലാസ്റ്റ് ഡിസംബറിലാണ് എടുക്കുന്നത്. അപ്പൊ ആ മാസം കുപ്പിച്ചില്ല് കണക്ട്. ഈ പദ്ധതി ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? 9 വർഷമായി തുടങ്ങി. നിങ്ങളുടെ വർക്കിംഗ് കൂടുതൽ ഇതായി തുടങ്ങിയിട്ട് ഇപ്പൊ 4-5 വർഷം ആവുന്നുള്ളൂ. കർശനമായിട്ട് തുടങ്ങിയിട്ട്. നിങ്ങളെ വർക്കിംഗ് എക്സ്പീരിയൻസിൽ ഈ പെരുമ്പടപ്പ് പഞ്ചായത്തിലുള്ളവർ ശരിക്കും സഹകരിക്കുന്നുണ്ടോ? ഈ ഒരു വിഷയത്തിൽ സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സത്യത്തിൽ നമ്മളെ കേരള സർക്കാർ അതിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് പല പഞ്ചായത്തുകളിലും അത് വളരെ കർശനമായിട്ട് തന്നെ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും മറ്റൊക്കെ വളരെ ശക്തമായിട്ട് മത്സ്യ മാർക്കറ്റിലും മാംസ മാർക്കറ്റിലും ഒക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരുവിധം പ്രൊഡക്റ്റൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈവൻ സപ്ലൈകോയിൽ പോയാൽ പോലും എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പാക്കിങ് എവിടുന്ന് വരുന്നോ അവിടെ ഒരു റിസ്ട്രിക്ഷൻ വെക്കാതെ പൊതുജനങ്ങളുടെ മേൽ മാത്രം ഈ റിസ്ട്രിക്ഷൻ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു സർക്കാർ നയത്തോട് ഒരുപാട് ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വീടുകളിൽ വരുന്ന ഇത്തരം വേസ്റ്റുകൾ നനവില്ലാതെ ഉണക്കി വെക്കുക. ഈ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ മാംസം, അതുപോലെ തന്നെ മത്സ്യം, ഇങ്ങനെയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്നാൽ തന്നെ ബാക്ടീരിയ വരുന്നതും സ്മെല്ല് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങളത് കത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടിനും പരിസരത്തും ഒക്കെ അതിൽ നിന്നും ബഹിർഗമിക്കുന്ന വിഷപ്പുക ശ്വസിച്ചു കൊണ്ടിട്ട് ഒരുപാട് അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും വരാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് കത്തിക്കുക എന്നത് ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം നമ്മളെ സർക്കാർ നയങ്ങൾ എങ്ങനെയായാലും ഈ ഒരു ഹരിത കർമ്മസേന പദ്ധതി എന്ന് പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സർക്കാരിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ആ ഒരു ബാഗ്, ആ ഒരു ചാക്ക് അവരെടുത്തു കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയൊരു ഫീസ് അവരാവശ്യപ്പെടുന്നുണ്ട്. 50 രൂപ. അതിന് നമുക്ക് റെസിപ്റ്റ് തരുന്നുണ്ട്. ഒരു മാസത്തിലാണ് 50 രൂപ എന്നാലോചിക്കണം. അത് കൊടുക്കുന്നതിൽ ചിലർ വിമുഖത കാണിക്കാറുണ്ട് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാകണ്ടേ. ഞങ്ങൾ ഇതെന്തിനാ തരുന്നത് എന്നൊക്കെ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുക. കാരണം വെച്ചാൽ 50 രൂപയാണ് ഒരു മാസത്തിലാണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകളാണ് അവർ കൊണ്ടുപോകുന്നത്. അതിന് വാഹനം വന്ന് അത് എടുത്ത് കളക്ട് ചെയ്ത് കോടത്തൂരിലേക്ക് കൊണ്ടുപോകും. ഇത് കോടത്തൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇതിന് സംഭവിക്കുന്നത്? എന്താണ് MCF? ഓക്കെ. അവിടുന്ന് ഞങ്ങൾ പോയിട്ട് തരം തിരിക്കുക. പല തരം ആക്കി മാറ്റിണ്ട്. HM, PP, പ്രിന്റ് BP, അങ്ങനെ പല തരങ്ങളാക്കി മാറ്റിയിട്ട് അത് കയറ്റി വിടുക. വേസ്റ്റ് വേറെ കയറ്റി വിടുക. ഓക്കെ. എങ്ങോട്ടാണ് അത് കയറ്റി വിടുന്നത്? തിരുവനന്തപുരത്തേക്കാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. ഓക്കെ. അവിടുന്ന് റീസൈക്കിൾ ചെയ്ത് വരികയാണ്. റീസൈക്കിൾ ചെയ്തുകൊണ്ട് പല പ്രൊഡക്റ്റുകളും അതിൽ നിന്ന് നിർമ്മിച്ച് വരുന്നുണ്ട്. അതിനുള്ള ഫാക്ടറികൾ അവിടെ ഉണ്ടായിരിക്കും. ആ ഫാക്ടറികൾ ഗവൺമെന്റിന്റെ അണ്ടറിലാണോ അതോ പ്രൈവറ്റ് ആണോ? രണ്ടുണ്ട് അല്ലേ? സിമെന്റ് അതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് PVC പൈപ്പുകളൊക്കെ നിർമ്മിച്ച് വരുന്നുണ്ട്. ഇത്തരം വേസ്റ്റുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഫാക്ടറികളിലൊക്കെ ഇത് റീസൈക്കിൾ ചെയ്യുന്ന സംസ്കരിച്ചുകൊണ്ട്.
നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാറുണ്ട്? തിരുവനന്തപുരത്തേക്കാണോ പോവാറ്? മഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. ട്രെയിനിങ് കിട്ടാറുണ്ട്. അത് ശരിയാ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും വർക്കിംഗ് അവർ എത്ര വരുന്നത് ഒരു ദിവസം? ഒരു ദിവസം ഞങ്ങൾക്ക് വർക്കിങ്ങിന് 6 മണിക്കൂറാണ് പറഞ്ഞത്. 6 മണിക്കൂറാണ് വരുന്നത്. ഓക്കെ. നിങ്ങൾ ഇത് പഞ്ചായത്തിൽ ഇതിന്റെ തുടക്കം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ സൈൻ ചെയ്തിട്ടാണോ വരുന്നത്? കാർഡ് പഞ്ച് അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഉണ്ടായിരിക്കും. സൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ. എന്തായാലും ഇവര് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു സേവനം ഇതൊരു സേവനമായിട്ട് തന്നെ കാണണം. കാരണം നമ്മൾ 50 രൂപ എന്നൊക്കെ പറഞ്ഞ ഒരു മാസം കൊടുക്കുന്നത് അത് എത്രത്തോളം അതിന് വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനാരും തന്നെ വിമുഖത കാണിക്കാതെ ഇവരോട് സഹകരിക്കുകയും നമ്മളെ നാടിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കിക്കൊണ്ട് ഒരുപാട് രോഗങ്ങളിരുന്നു പലരും അറിവില്ലാതെ അത് കത്തിക്കുന്ന ഒരു പ്രവണത പലയിടത്തും കാണുന്നുണ്ട്. ചവറ് കൂട്ടിയിടുന്നതിൽ പ്ലാസ്റ്റിക്കുകളും കുപ്പികളും ഒക്കെ കത്തിക്കുന്ന ഒരു പ്രവണത പല വീടുകളിലും കാണാറുണ്ട്. അതിന്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു വിഷപ്പുകയാണ്. ഒരു ലേസം ഫ്രണ്ടിലേക്ക് അതൊരു വിഷപ്പുകയാണ്. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലായിക്കൊണ്ട് തന്നെ അതിൻ്റെ സംസ്കരണ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് ഡംപ് ചെയ്യാൻ വേണ്ടി എത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചേച്ചിയുടെ പേരെന്താ? മല്ലിക. ചേച്ചിയുടെ? ഓക്കെ 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 ഓക്കെ. ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചാനലിൻ്റെ പേര് ഗുൽ മുഹമ്മദ് 999. താങ്ക് യു വെരി മച്ച്.